അൻവിഷ് ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിപ്പോയി. കാരണം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, പക്ഷെ കിട്ടിയില്ല കേട്ടോ. കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് ഏതാ വീഡിയോ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഏത് വീഡിയോ ഒന്ന് കിട്ടിയെന്ന് തിരിയുന്നില്ല. ഇപ്പോൾ റീ അപ്പീൽ കൊടുക്കണം. യൂട്യൂബിന് റീ അപ്പീൽ കൊടുത്താൽ മാത്രമേ ഇനി എന്താ പറയുക മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വീഡിയോസൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രക്കാരം വീഡിയോ ഉണ്ട്, ഇതിൽ ഏത് വീഡിയോ കിട്ടിയേ ഒന്നും തിരിയുന്നില്ല. പുറത്തുനിന്നായിട്ടുള്ള കുറേ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. റീയൂസ്ഡ് എല്ലാവർക്കും വരുന്ന പ്രോബ്ലമാണ്. മോണിറ്റൈസേഷൻ 3 മാസമായി അപ്ലൈ. ഫസ്റ്റത്തെ മാസം അപ്ലൈ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് 1 മാസം ഗ്യാപ്പ് അല്ല 3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. 3 മാസം ഗ്യാപ്പിൽ പിന്നെ റീ അപ്ലൈ ചെയ്തു, പിന്നെയും കിട്ടിയിട്ടില്ല. പിന്നെയും 3 മാസം വെയിറ്റ് ചെയ്തു, പിന്നെ റീ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ഇപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പീൽ കൊടുത്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും പുറത്തുനിന്നുള്ള കണ്ടൻറ്റ് പരമാവധി ഒഴിവാക്കുക. നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് തന്നെ ഇട്ടിട്ട് മുന്നോട്ടേക്ക് പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം മോണിറ്റൈസേഷൻ കിട്ടുമായിരിക്കും, എന്തായാലും കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. മോണിറ്റൈസേഷൻ വന്നാൽ പിന്നെ നമ്മളെ കുറേ വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ അതിൻ്റെ വാച്ച് അവർ കുറയും. അതേപോലെ തന്നെ എന്താ പറയുക, ചാനലിൻ്റെ റീച്ച് കുറഞ്ഞു പോകും. നമ്മൾ പിന്നീട് വീഡിയോ ഇടുമ്പോൾ അതിന് വ്യൂസ് ഒന്നും കിട്ടില്ല കേട്ടോ. അത്രയും ചാനൽ താഴോട്ടേക്ക് താഴ്ന്നു പോകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നമ്മൾ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും. ഇനി പരമാവധി പുറത്തുനിന്നുള്ള കണ്ടൻറ്റ് നമ്മൾ ഒഴിവാക്കും കേട്ടോ. പുറത്തുള്ള അധികം കണ്ടൻറ്റ് വാരി വലിച്ചിട്ടാൽ നമ്മൾ സ്വന്തം വീഡിയോ ഇടുന്നതാണ് കുഴപ്പമില്ല. പുറത്തുനിന്നുള്ള കണ്ടൻറ്റ് ഇടുമ്പോഴാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പം അതൊക്കെ മാറ്റണം. ബൈ.